അലീന അവതക്കുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എൽസമ്മയും കുട്ടികളെ എന്താ പപ്പ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയണ്ടേ അവതക്കുട്ടി റീത്താമ്മയുടെ കൂടെ ഇരിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് ഒരു വീടെടുത്തിട്ട് അവിടെ വെച്ച് കൊടുത്തത്. അപ്പോൾ അവിടെ ആകുമ്പോൾ ബന്ധുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അവൻ മിലിറ്ററിയിൽ പോകുന്ന ടൈമിൽ ചെയ്തതാണ്, അപ്പോൾ എല്ലാവരും ഒരു സഹായത്തിന് ഉണ്ടാവുമല്ലോ എന്ന് അവൻ വിചാരിച്ചു. പക്ഷെ വന്നപ്പോഴും ഈ ബംഗ്ലാവും ഒക്കെ മേടിച്ചിട്ട് അങ്ങനെ ഇവിടെ ഇരുന്നു. അവനെ ഇവിടെ ഇരിക്കാനാണ് താല്പര്യം, അങ്ങോട്ട് പോകാനൊന്നും ഇഷ്ടമല്ല. അവർക്ക് എന്തെങ്കിലും പൈസ വേണമെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കും, അപ്പോൾ അത് അവരെങ്ങനെ ചിലവാക്കുന്നതെന്ന് പോലും അവൻ നോക്കാറില്ല. അവൻ്റെ കാര്യത്തിൽ ആരും ഇടപെടാനും പറ്റില്ല, അവൻ മറ്റുള്ളവരുടെ കാര്യത്തിലും ഇടപെടില്ല. അതാണ് അവൻ്റെ ഒരു രീതി. അവൻ്റെ മൂത്ത മകൾ കോളേജിൽ പഠിക്കുന്നുണ്ട്, രണ്ടാമത്തെ മകൾക്ക് ചെറിയൊരു അസുഖമുണ്ട്, പിന്നെ ചെറുതും അതുപോലെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അപ്പോൾ എന്താ ഹോസ്പിറ്റലിൽ കാണിക്കാത്തത്, സ്വന്തം മകളല്ലേ, പപ്പയല്ലേ കൊണ്ടുപോയി കാണിച്ച് നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞാലൊന്നും റീത്താമ്മ കേൾക്കില്ല, റീത്താമ്മയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അവൾ പറയുന്നത് മാത്രമേ എൽസമ്മയും കുട്ടികളും കേൾക്കുള്ളൂ. അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, പപ്പ നല്ല കുടിയനാണ്, കുടുംബം നോക്കാത്തവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ആ കുട്ടികളുടെ മനസ്സിൽ കയറ്റിയിട്ടുണ്ട് അവർ. അതുകൊണ്ടാണ് അവർക്ക് പപ്പയെ ഇഷ്ടമല്ലാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അലീൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആൽബി സ്റ്റാൻലിയെ വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ കൂട്ടിയിട്ട് വന്ന് ഞങ്ങളെ കൂടി ഒന്ന് അറിയിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ അറിഞ്ഞത് ഇപ്പോഴാണ്, എനിക്കൊരു മകളുണ്ട് എന്നുള്ള കാര്യം ഞാൻ തന്നെ അറിഞ്ഞത് ഇപ്പോഴാണ്. അതിനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തി ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത്, അല്ലാതെ വെറുതെ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് അല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് അപമാനമല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഞങ്ങൾ പള്ളിക്കാരെയും നാട്ടുകാരെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരാൻ നിൽക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കല്യാണമൊന്നും നടക്കുന്നില്ല, എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ. എനിക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി ജനിച്ചു, അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അവൾ ഇത്രയും കാലം അനാഥാലയത്തിൽ ജീവിച്ചു, അവൾ അവിടെ അനാഥാലയത്തിൽ ജീവിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ ചുമ്മാതിരിക്കുക, നീയും ഒരു അപ്പനല്ലേ, എങ്ങനെ എനിക്ക് അതിന് മനസാക്ഷി വരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നു. അനാഥാലയത്തിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ അവിഹിത സന്തതിയായിട്ട് എൻ്റെ കൂടെ ഇരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി ആൽബിയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്തെങ്കിലും നഷ്ടപരിഹാരം വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കത് എഴുതി തരാം, നിങ്ങളുടെ മാനനഷ്ടത്തിനുള്ള പരിഹാരമായിട്ട് അത് ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആൽബി ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഇച്ചായൻ്റെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് രണ്ടാളും കോള് കട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാൻലി പുറത്തേക്ക് പോകുമ്പോൾ അവതക്കുട്ടി വന്ന് ചോദിക്കുന്നുണ്ട്, എവിടേക്കെങ്കിലും പോകുകയാണെങ്കിൽ പറഞ്ഞിട്ട് പോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരം വൈകും, അത്രമാത്രം അറിഞ്ഞാൽ മതി അപ്പച്ചനെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അലീനയും വന്ന് ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് പോയത്, പപ്പ ആരോടും പറയാതെയാണോ ഇങ്ങനെ പോകുന്നത്, ആരുടെ അടുത്തേനും പറഞ്ഞൂടെ, അപ്പോൾ നമ്മളൊക്കെ ആരാണ് പപ്പയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പിന്നെയും റീത്താമ്മയെക്കുറിച്ചും എൽസമ്മയെക്കുറിച്ചിട്ടൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. റീത്താമ്മ സ്റ്റാൻലിയെക്കുറിച്ച് ഒരിക്കലും നല്ലത് പറയില്ല, ഇപ്പം നിന്നെ ഇവിടെ കൊണ്ടുവന്നത് പോലും നല്ലതായിട്ടല്ല കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പപ്പ നല്ല ആളായതുകൊണ്ടല്ലേ, നല്ല മനസ്സുള്ള ഒരാൾക്കല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടാവില്ലേ. ഇപ്പോഴത്തെ സമൂഹം അങ്ങനെയാണ് മോളെ, ഇവിടെ നല്ലവരെ ഒരിക്കലും ആൾക്കാർ വളർത്തില്ല, കെട്ടവർക്കും കൊലയാളികൾക്കും തെറ്റ് ചെയ്യുന്നവർക്കും മാത്രമേ വളമിട്ട് കൊടുക്കുകയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ മുരടിച്ച് അങ്ങനെ നിന്ന് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവതക്കുട്ടി ഒരുപാട് കാര്യങ്ങൾ അലീനയ്ക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വിലയറിയില്ല, ഭർത്താവിന് ഭാര്യൻ്റെ വിലയറിയില്ല, മക്കൾക്ക് അപ്പച്ചൻ്റെ വിലയോ മക്കളുടെ വിലയോ ഒന്നും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധം എന്താണെന്നുള്ള ഒരു വിലയോ അറിയില്ല. ഞാൻ ചെറുപ്പം മുതലേ അനാഥാലയത്തിൽ വളർന്നതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വിലയറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അലീന പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ ഓരോ കുട്ടികളെ അച്ഛനമ്മമാർ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്, ടാറ്റയ്ക്ക് കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകുമ്പോൾ ഞാൻ സങ്കടത്തോടെ അതെല്ലാം നോക്കി നിന്നിട്ടേ ഉള്ളൂ, എനിക്ക് അങ്ങനെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവതക്കുട്ടിയുടെ അടുത്ത് ഇതെല്ലാം സങ്കടത്തോടെ പറഞ്ഞു കൊടുക്കുകയാണ് അലീന. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.